പറക്കാൻ കൊതിച്ച അപ്പുക്കുട്ടൻ എന്ന കുട്ടിക്കഥയിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇത് അപ്പു എന്നൊരു ആനക്കുട്ടിയുടെ കഥയാണ്. ആകാശത്തിങ്ങനെ പറന്നു നടക്കുന്ന ഒരു പൂമ്പാറ്റയെ കണ്ടപ്പോൾ അവനും തോന്നി എനിക്കും പറക്കണമെന്ന്. ഒന്നാമത്തെ കാര്യം അപ്പുവിൻ്റെ ആഗ്രഹവും പിന്നെ ആ ശ്രമം പരാജയപ്പെട്ടതുമാണ്. പറക്കാനുള്ള ആഗ്രഹം കാരണം അപ്പു എന്താ ചെയ്തതെന്നോ? 2 വലിയ വാഴയിലയെടുത്ത് തൻ്റെ ചെവിയിൽ വെച്ച് പിടിപ്പിച്ചു, ചിറകുകളായിട്ട്. എന്നിട്ടോ ഒരു വലിയ പാറയുടെ മുകളിൽ കയറി നിന്ന് താഴേക്ക് ഒറ്റച്ചാട്ടം. പക്ഷേ പറക്കുന്നതിനു പകരം അവൻ നേരെ വീണത് ചെളിയിലേക്കായിരുന്നു. ഇത് കണ്ട് ഒരു കുരങ്ങൻ അവനെ കളിയാക്കിയപ്പോൾ പാവത്തിന് ആകെ സങ്കടമായി. രണ്ടാമതായി അമ്മയുടെ ഇടപെടലാണ് വരുന്നത്. അപ്പു സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ തുമ്പിക്കൈ കൊണ്ട് പുഴയിൽ നിന്ന് വെള്ളമെടുത്ത് അവൻ്റെ ദേഹത്തേക്ക് ചീറ്റി, അവനെ വൃത്തിയാക്കാൻ വേണ്ടി. പക്ഷേ അപ്പുവിനിതൊരു കളിയായിട്ടാ തോന്നിയത്. അവനും തിരിച്ച് അമ്മയുടെ നേർക്ക് വെള്ളം ചീറ്റി. അപ്പോഴാണ് അമ്മ അവനോടൊരു കാര്യം പറഞ്ഞു കൊടുത്തത്. എന്താണെന്നാൽ, പൂമ്പാറ്റയ്ക്ക് പറക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരു ആനയെപ്പോലെ തുമ്പിക്കൈ കൊണ്ടിങ്ങനെ വെള്ളം ചീറ്റിക്കളിക്കാൻ അതിന് പറ്റില്ലല്ലോ. അവസാനമായി ഈ കഥയുടെ ഗുണപാഠം അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ അപ്പുവിനൊരു കാര്യം ശരിക്കും മനസ്സിലായി. ഓരോരുത്തർക്കും അവരവരുടെ കഴിവുകളുണ്ട്, അല്ലേ? മറ്റുള്ളവരെ കണ്ടിട്ട് അതുപോലെ ആകാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കുള്ള കഴിവുകളിൽ സന്തോഷം കണ്ടെത്തുന്നതാണ്. ഈ ഒരു തിരിച്ചറിവ് കിട്ടിയപ്പോൾ പറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ആനയായിരിക്കുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യമെന്ന് അപ്പുവിന് തോന്നി. ചുരുക്കി പറഞ്ഞാൽ, മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കാതെ നമ്മുടെ സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിൽ സന്തോഷിക്കാൻ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു.